ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഹോളിഡേക്ക് ചെന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. കുന്നുകളും കാടുകളും താണ്ടിയുള്ള ഒരു കുടുംബയാത്രയാണ്. ബിനുവിൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് ഈ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം കാണാനാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ വടക്കിഴക്ക് ഭാഗത്തായി പൈതൽമലയുടെ താഴ്വാരത്തായി ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതി വിസ്മയമാണ്. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏഴര കുളം പോലെ ഉള്ള പാറക്കെട്ടുകളിലൂടെ തട്ടുതട്ടായി ഒഴുകിയിറങ്ങുന്ന ഈ വെള്ളച്ചാട്ടം സാഹസികതയും പ്രകൃതി ഭംഗിയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ്. ആദ്യമായി ഞങ്ങൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്തുള്ള കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഓഫ് റോഡ് ഒരു യാത്രയാണ് മലമുകളിലോട്ട് പോയത്. ഈ യാത്ര വളരെയധികം രസകരമായിരുന്നു. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്താണ് പോയത്. ഞങ്ങളവിടെ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് നടന്ന് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം കാണാനാണ് പോയത്. കുന്നിൻ ചെരുവുകളിലൂടെയുള്ള യാത്ര, പാറക്കെട്ടുകളും മണ്ണും നിറഞ്ഞ കുന്നിൻ ചെരുവുകളിലൂടെ നടന്ന് പ്രകൃതി അടുത്തെറിഞ്ഞാണ് യാത്ര. സഞ്ചാരികൾക്കായി അവർ നടപ്പാതകളും സുരക്ഷാ വേദികളും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ എന്താ പറയുക വളരെ സുരക്ഷിതമാണ്. മുകളിലേക്ക് കയറുമ്പോൾ കാടിൻ്റെ തണുപ്പും പച്ചപ്പും എല്ലാം നമ്മളെ പൊതിഞ്ഞ് അത് വളരെ രസകരമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് പോയതുകൊണ്ട് വളരെയധികം ഒരു എന്താ പറയണ്ടേ രസകരമായിട്ടാണ് കുട്ടികളെല്ലാവരും മുമ്പിൽ ഓടിയും ചാടിയും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചാണ് പോയത്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ പല തട്ടുകളായി രൂപപ്പെട്ട സ്വാഭാവികമായ ചെറിയ കുളങ്ങൾ, അതായത് ഒരു ഏഴര കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ഏഴര തട്ടായിട്ടുള്ള വെള്ളം ചാടുന്ന കാണുന്നതിൻ്റെ ഒരു രസം, അവിടെ നമ്മൾ കുളിക്കാനും ജീവനക്കാരായ നമുക്ക് എന്താ ലൈഫ് ജാക്കറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ തന്ന് നമുക്ക് വളരെ രസകരമായ രീതിയിൽ കുളിക്കാനും വെള്ളത്തിൽ ചാടി കളിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. ഏഴരക്കുണ്ടിൻ്റെ ഭംഗിക്ക് പ്രധാന കാരണം അതിന് ചുറ്റുമുള്ള നിബിഡമായ വനങ്ങളാണ്. ചുറ്റുപാടും നല്ല മരങ്ങളും നല്ല കാടും തണുപ്പും, ഉയരമുള്ള മരങ്ങൾ സൂര്യരശ്മികളെ തടഞ്ഞെപ്പോഴും ഒരു തണുപ്പും ഈർപ്പവും അവിടെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം രസകരമാണ്. പിന്നെയുള്ള അവിടെയുള്ള സസ്യങ്ങളും മനോഹരമായ ചെടികളും വള്ളിച്ചെടികളും എല്ലാം മലബാറിൻ്റെ പച്ചപ്പ്, അതുപോലെ ഔഷധ സസ്യങ്ങളും എല്ലാം ഇവിടെ ഈ സ്ഥലത്തെ വളരെയധികം പ്രകൃതി രമണീയമാക്കുന്നു. അപ്പം ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതലുകളെല്ലാം എടുത്ത് പോകുന്നവരെല്ലാവരും ഒരു നല്ല എന്താ പറയുക ജേഴ്സി പോലെയുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ വെള്ളത്തിൽ ചാടുവാനും കുളിക്കുവാനും അവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് നല്ല എന്താ പറയുക ശുദ്ധീകരണത്തിലൊക്കെ ചാടി ഉല്ലസിച്ച് കുട്ടികൾക്കൊപ്പം വളരെ രസകരമായ ഒരു യാത്ര ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഏഴരക്കുണ്ടിൻ്റെ വശ്യ സൗന്ദര്യത്തിൽ മുങ്ങി നിന്നുകൊണ്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ തിരികെ 2 കിലോമീറ്ററോളം താഴെ ഇറങ്ങണമെന്നുള്ള ദൗത്യം ഞങ്ങളുടെ മുന്നിൽ നിന്നതുകൊണ്ട് പിന്നെ ഇരുട്ടാവുന്നതുകൊണ്ടും ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടി ആരംഭിച്ചു. ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് കിച്ചുവായിരുന്നു. കിച്ചുവിനെയും കൊണ്ട് ചുമന്നുകൊണ്ട് താഴോട്ട് ഇറങ്ങുക എന്നുള്ളൊരു വലിയൊരു ഇടം. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി ചായ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ വീണ്ടും ഒരു ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.